ഓക്കെ, 3 സ്റ്റാർ ഡെൽറ്റ പമ്പിൻ്റെ പാനൽ ബോർഡാണ് ഈ കാണുന്നത്. അതിനകത്ത് ഓട്ടോ മാനുവൽ മോഡുകളുണ്ട് ഈ പമ്പുകൾക്ക്. ഇതിൻ്റെ മാനുവൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഓട്ടോ മാനുവൽ സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓട്ടോ മാനുവൽ പൊസിഷനുണ്ട്. ഈ സ്വിച്ച് മാനുവലിലേക്ക് ഇട്ടതിന് ശേഷം ഓരോ പമ്പും ഇൻഡിവിജ്വലി നമുക്ക് പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. സ്റ്റാറും ഡെൽറ്റയും ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്തോളും. പിന്നെ ഇതിൻ്റെ ഓട്ടോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഇത് ഓട്ടോ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു റിയൽ ടൈം ക്ലോക്ക് ടൈമറാണ് വെച്ചിരിക്കുന്നത്. ആ ടൈമറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓൺ ടൈം അനുസരിച്ചിട്ടായിരിക്കും ആ ടൈമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരുന്നത്. ആ ടൈമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ രാവിലെ ഒരു 6 മണി മുതൽ 7 മണി വരെ പമ്പ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ടൈമറിൽ നിന്നൊരു ഔട്ട്പുട്ട് ഉണ്ടാകും. ആ സമയത്ത് ഏതൊക്കെ പമ്പുകളാണ് നമുക്ക് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ കാണാം, ഈ സെലക്ഷൻ സ്വിച്ചുകളെല്ലാം ഓഫ് പൊസിഷനിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓട്ടോയിലേക്ക് എൻ്റെ ഓട്ടോമാനുവൽ സെലക്ടർ സ്വിച്ച് ഓട്ടോയിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ പമ്പുകളൊന്നും വർക്ക് ആകുന്നില്ല. ഇതിനകത്ത് നമുക്ക് 2 പമ്പുകളാണ് ഇപ്പോൾ ഓട്ടോയിൽ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ പമ്പ് ഞാൻ ഓണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ പമ്പ് വർക്ക് ആകുന്നുണ്ട്. ഓട്ടോയിലാണ് ഒന്നാമത്തെ പമ്പ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് രണ്ടാമത്തത് ഞാൻ ഓണിലേക്ക് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ പമ്പും ഓട്ടോയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈം ഇൻ്റർവെൽ നമ്മൾ ഓട്ടോയിലെ ടൈം സെറ്റിംഗ് അനുസരിച്ചിട്ട് 1ഉം 2ഉം പമ്പുകളായിരിക്കും ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ വർക്കാവുന്നത്. ഇപ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് ആ പമ്പുകൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ പമ്പ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ പമ്പ് ഓണാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോയിൽ വർക്കാകുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെ പമ്പും ആയിരിക്കും പിന്നെ ഓട്ടോയിൽ വർക്കാകുന്നത്. ഓക്കെ, പിന്നെ മാനുവലിലേക്ക് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പമ്പിനെ മാനുവലാക്കിയതിന് ശേഷം ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ പമ്പുകളൊന്നും മാനുവലി വർക്കാകില്ല. അതിന് നമ്മൾ ഈ സെലക്ഷൻ സ്വിച്ചുകളെല്ലാം വീണ്ടും സെലക്ഷൻ സ്വിച്ച് ഏതെങ്കിലും ഒരെണ്ണം ഓൺ പൊസിഷനിൽ കിടപ്പുണ്ടെങ്കിൽ മാനുവലി ഒരു പമ്പും വർക്കാവില്ല. അപ്പോൾ ഈ സെലക്ഷൻ സ്വിച്ചുകളെല്ലാം ഓഫ് പൊസിഷനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മാനുവലി പമ്പുകളെല്ലാം വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ പമ്പിൻ്റെയും സ്റ്റാർട്ടറാണ് ഇവിടെ വയർ ചെയ്തിരിക്കുന്നത്. ഓരോ പമ്പിൻ്റെയും ടൈമറാണ്, സ്റ്റാർ ഡെൽറ്റ ടൈമറാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയൽ ടൈം ക്ലോക്ക് ടൈമറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സിംഗിൾ ഫേസിങ് പ്രിവെൻഡറാണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കൊടുക്കുന്ന ഇൻകമറിൽ ഏതെങ്കിലും ഫേസ് ലോസ് വരികയോ ഫേസ് സീക്വൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ അങ്ങനെ എന്തെങ്കിലും ഇൻകമറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പാനൽ ഓൺ ആവത്തില്ല. അപ്പോൾ നമ്മൾ പാനലിനകത്തൊരു എറർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഈ റെഡ് ലൈറ്റ് ഓൺ ആയിരിക്കും. ഈ റെഡ് ലൈറ്റ് ഓൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പാനലിലേക്ക് വരുന്ന ഇൻകമറാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻകമർ സൈഡ് ചെക്ക് ചെയ്യുക. ഇൻകമറിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഈ റെഡ് ലൈറ്റ് ഓണായി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടെർമിനൽസിലേക്ക് വരുവാണെങ്കിൽ ഓരോ പമ്പിൻ്റെയും ടെർമിനൽസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 6 എണ്ണം ആദ്യത്തെ പമ്പിൻ്റെത്, രണ്ടാമത്തെ 6 എണ്ണം രണ്ടാമത്തെ പമ്പിൻ്റെ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ മോട്ടർ കണക്ഷൻ കൊടുത്തതിന് ശേഷം മോട്ടറിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ U1 V1 W1 U2 V2 W2 എന്ന ഓർഡറിൽ കൊടുത്തു. പക്ഷേ മോട്ടർ വർക്കാകുന്നുണ്ട്, സ്റ്റാറിലും ഡെൽറ്റയിലും വർക്കാകുന്നുണ്ട്. പക്ഷേ റൊട്ടേഷൻ തിരിഞ്ഞാണ് കറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കോയിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഈ U1ൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ നമ്മൾ കൊടുത്തപ്പോൾ റിവേഴ്സിൽ കറങ്ങുന്നുണ്ട്, അതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ U1ലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷനും V1ലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷനും W1ലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേഞ്ച് ചെയ്യുക. അതേസമയം തന്നെ V2ൽ കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷനും W2ൽ കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. മോട്ടറിൻ്റെ റൊട്ടേഷൻ തിരിച്ച് കിട്ടും. റൊട്ടേഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ.